സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ കേരളം വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പിന്നെ RSSകാരും ഇവിടെയുള്ള വേറെന്താണ് മത തീവ്രവാദികളും കൂടെ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. RSSകാർക്ക് എന്തുമാകാം, ക്രിസംഖികൾ അതിന് സപ്പോർട്ടാണ്. അപ്പോ പ്രശ്നമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ 100 വർഷമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ശിവക്ഷേത്രം താഴിട്ട് പൂട്ടി. അപ്പൊ താഴിട്ട് പൂട്ടിയെങ്കിൽ അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് നിന്നാണ് ഈ ഹിന്ദു സംരക്ഷണ സേനയും ബാക്കി RSS സംഘപരിവാർ സംഘടനാ നേതാക്കന്മാരും എല്ലാവരും സംസാരിക്കുന്നത് അതിനകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് ക്ഷേത്രം താഴിട്ട് പൂട്ടി. അപ്പൊ കള്ളം പറയുന്ന ഈ പിന്നെ ചാനലുകളായിരുന്നാലും അവിടെ നിന്ന് സംസാരിക്കുന്ന ഈ ഹൈന്ദവ ഭീകരന്മാരായ നേതാക്കന്മാരായിരുന്നാലും നിങ്ങൾ ഈ മനുഷ്യരുടെ അടുത്തല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? മനുഷ്യരിത് കാണില്ല. എന്ന് മൃഗങ്ങളാണ് കാണുന്നത്. മൃഗങ്ങളാണ് കാണുന്നതെങ്കിൽ ശരി, ശിവക്ഷേത്രം പൂട്ടി പൂട്ട് ഇട്ട് കേട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അകത്ത് നിൽക്കുന്നത് എവിടെ കൂടെ കയറി? നിങ്ങൾ ചാടിക്കയറിയ പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഭീകര സംഘടനയായ SDPI ഭീകര സംഘടനയാണ്. എങ്ങനെയാണ് ഭീകര സംഘടനയായത്? ഏത് രീതിയിലാണ്? അതായത് മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഏത് സംഘടനയും ഭീകര സംഘടനയാണ്. RSSകാരും BJPക്കാരും ആളുകളെ തലവെട്ടുകയും കൈവെട്ടുകയും കാല് വെട്ടുകയും നിങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളികളൊന്നും കാണത്തില്ല എന്ന് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്ന ഭീകരന്മാരായ RSSകാരും സംഘപരിവാറുകാർക്കും എന്തുമാകാം. നഗരസഭാ സെക്രട്ടറിയെ, നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിയെ SDPക്കാർ ഭീഷണിപ്പെടുത്തി. എന്തിന്? അത് ഗവൺമെന്റ് ഭൂമിയാണ്, സർക്കാർ ഭൂമിയാണ്, നഗരസഭാ ഭൂമിയാണെന്ന് പറഞ്ഞ് അങ്ങനെ തിട്ടൂരമെടുപ്പിച്ചു, നോട്ടീസ് കൊടുത്തു, അവർ പൂട്ടി. എന്താ ഇത്? വെള്ളരിക്കാപട്ടണോ? തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ നെയ്യാറ്റിൻകര SDPക്കാർ എന്ന് പിന്നെ ഭീഷണിപ്പെടുത്തി നഗരസഭാ സെക്രട്ടറിയെ കൊണ്ട് അവിടെ പൂട്ടിടിച്ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ഇപ്പൊ ജനൻജീവി ആയിരുന്നാലും, ഷേഖ്ന ന്യൂസ് ആയിരുന്നാലും, മറുനാടൻ മലയാളി ആയിരുന്നാലും, ഇനി ഏതൊക്കെ തെണ്ടി തിരിഞ്ഞവന്മാരായിരുന്നാലും ശരി, കള്ളം പറയുന്നതിനൊരു മര്യാദയുണ്ട്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത്. SDPക്കാർ ഭീഷണിപ്പെടുത്തുമ്പോ നഗരസഭാ സെക്രട്ടറി എന്ന് ക്ഷേത്രം പൂട്ടും. അത് എവിടെയാണ്? ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പോൾ ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞ് ഈ നാടിനെ കുട്ടിച്ചോറാക്കരുത്. നിങ്ങൾ ഇലക്ഷന് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പരിപാടി, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനൊക്കും എന്ന് പറഞ്ഞാണ്, നിങ്ങളുടെ പ്രവർത്തന പരിപാടി കണ്ടാണ്, നിങ്ങളുടെ പ്രവൃത്തി ജനങ്ങളോടുള്ള കടപ്പാട് എങ്ങനെയാണെന്ന് കണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. നിയമസഭാ ഇലക്ഷൻ ആയിരുന്നാലും ശരി, പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പിന്നെ ആയിരുന്നാലും ഇപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കെയാണ്. ഇല്ലാത്ത പ്രശ്നം അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. SDPIക്കാർ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നഗരസഭാ ഭൂമി പിന്നെ പിടിച്ചെടുക്കും. അവര് എങ്ങനെ പിടിച്ചെടുക്കും? അത് അവരുടെ ജോലിയല്ലേ. അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും വ്യക്തികൾ, അപ്പോൾ SDPIക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അതിന്റെ നേതൃത്വത്തിലുള്ള പിന്നെ എന്തോ അൻസാരി എന്ന് പറയുന്ന ഒരാളുമായിട്ടൊരു പിന്നെ TV ന്യൂസിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തതിനെ ഉണ്ടാക്കി പറയുന്നതിന് SDPIക്കാർ വിചാരിച്ചാൽ അങ്ങനെ നടക്കും. ഹിന്ദു ഐക്യവേദി, പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി, ബജ്രംഗ് ദള്, മറ്റത് മറിച്ചത് എല്ലാതല്ലും, അതായത് സംഘപരിവാറിലുള്ള എല്ലാവരും, കാസ കൂസ, ഇനി പിന്നെ ക്രിസംഖികള് എല്ലാരും കൂടെ വിചാരിച്ചാലും അവിടെയൊന്നും ഇതൊന്നും നടക്കുന്ന കേസല്ല. അവിടെയുള്ള ആളുകൾക്കറിയാം. നേരത്തെ ഒരാൾ സമാധിയായി, നെയ്യാറ്റിൻകരയിൽ തന്നെ. അത് ഒരാൾ സമാധിയായി. അവിടെയുള്ള ജനങ്ങള് പറഞ്ഞു, അല്ല, അയാൾ സമാധിയായതല്ല, അയാളെ ഇവർ മനഃപൂർവ്വമായിട്ട് കൊന്നതാണെന്ന് പറഞ്ഞു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി ഇല്ലാത്തതും പൊല്ലാത്തതുമായ കാര്യങ്ങൾ പടച്ചുണ്ടാക്കരുത്. അത് കേരളത്തിന് ഭൂഷണമല്ല. കേരളത്തിലെ ജനസമൂഹം ഇതൊക്കെ കാണുകയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ എന്ത് വിഡ്ഢികളാ? ഇതെന്ത് നോർത്ത് ഇന്ത്യയാണ്? നിങ്ങൾ ചാണകം തിന്നാൻ പറയുമ്പോൾ ചാണകം തിന്നുക, പിന്നെ മൂത്രം കുടിക്കാൻ പറയുമ്പോൾ മൂത്രം കുടിക്കുക, ജനങ്ങളെ വിഡ്ഢികളാക്കെ. ഈ RSSകാരും BJPക്കാരും സംഘപരിവാർ ശക്തികളും ക്രിസംഖികൾക്കും കൂടെ നിങ്ങൾ ഒരു മിഷ്ടാന്ന ഭോജനം പിന്നെ സദ്യ നിങ്ങൾ ഒരുക്കണം ഇവർക്കും കൂടെ വേണ്ടി. അതായത് ചാണകം കൊണ്ടുവന്ന് ആവശ്യം പോലെ 1, 2 പിന്നെ ലോറികളിൽ ഇറക്കി ഉണക്കിയ പിന്നെ പച്ചയായിട്ടാ ഇവർക്ക് കൊടുക്കണം കുടിക്കാനായിട്ട്. പിന്നെ മൂത്രവും ഗ്ലാസ്സുകളിൽ നിറച്ച് കൊടുത്ത് ഈ ക്രിസംഖികളെ കൊണ്ടും കൂടെ നിങ്ങൾ കുടിപ്പിക്കണം. എങ്കിലേ ഇത് പൂർത്തിയാവുള്ളൂ. എന്തായാലും ശരി,
മുസ്ലിങ്ങളെ ഇതിന് കിട്ടില്ല. നിങ്ങൾ ഇനി എന്തെല്ലാം ചാടിയിട്ടും കാര്യമില്ല. മുസ്ലിങ്ങളെ നിങ്ങൾ ഭീകരന്മാരാക്കാനും മുസ്ലിങ്ങളെ നിങ്ങൾ രാജ്യദ്രോഹികളാക്കാനും ശ്രമിച്ചെന്ന് വിചാരിച്ച് നടക്കില്ല. നിങ്ങൾ തന്നെയാണ് രാജ്യദ്രോഹികൾ, നിങ്ങൾ തന്നെയാണ് ഭീകരന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്നത് RSS ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇസ്രയേലും അമേരിക്കയുമാണ്. ആവശ്യം പോലെ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രമല്ലേ? ചരിത്രമെടുത്ത് നിങ്ങൾ പരിശോധിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരൻ എന്ന് പറയുന്നത് ആരാണ്? സ്റ്റാലിനാണ്. മില്യൺ കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. 70-80 ലക്ഷം ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. ചരിത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ 60 മില്യൺ എന്നാണ്. 60 മില്യൺ ആയപ്പോൾ എത്രയായി? എത്ര കോടി ജനങ്ങളായി? 60 മില്യൺ ആയപ്പോൾ 10 മില്യൺ ആണ് 1 കോടി. അപ്പൊ അങ്ങനെ 60 മില്യൺ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നാണ് ജോസഫ് സ്റ്റാലിൻ. രണ്ടാമത് കൊന്നിട്ടുള്ളത് ജർമ്മൻകാരനായ ഹിറ്റ്ലറാണ്. അപ്പോൾ ഇവരാരും മുസ്ലിങ്ങളല്ലേ? ഇവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാർ ക്രിസ്ത്യാനികളാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ RSS ഭീകരന്മാർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന RSS കാരനാണ്. അപ്പോൾ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഭീകരന്മാർ. ഭീകരത എന്നാൽ എന്ത്? അതിനൊരു ഡെഫിനിഷൻ കൊടുക്കണം. ഭീകരതയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് ഭീകരത. പലസ്തീനില് അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ ഭീകരന്മാർ. അവരെ ബോംബ് ചെയ്ത് കൊല്ലുന്നവർ നല്ല ആട്ടിടയന്മാർ. എങ്ങനെയുണ്ട്? അപ്പൊ സ്വന്തം രാജ്യത്തിന് വേണ്ടി പടവരുന്നവര് ഭീകരന്മാരും, അവരെ ബോംബ് ചെയ്ത് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നവര് രാജ്യസ്നേഹികള്, ഭീകരന്മാരല്ലാത്തവര്. അപ്പോൾ ഇതാണ് സ്വീകാര്യത മനുഷ്യർക്ക്. അതായത് ബുദ്ധിസ്ഥിരതയും സത്യവും ധർമ്മത്തിലും വിശ്വസിക്കുന്ന ആരും ഇതിനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ കുറെ സംഘികളും കുറെ ക്രിസംഘികളും. അപ്പൊ ക്രിസംഘികളുടെ കാര്യം പറഞ്ഞാൽ അവരുടെ തലതൊട്ടപ്പനായ നേതാവാണ് ജോൺ പോൾ മാർപ്പാപ്പ എന്ന് പറയുന്നത്. ആ മാർപ്പാപ്പ പോലെ ഇന്ന് വരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുന്ന പണ്ടും അങ്ങനെ തന്നെ. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് ക്രിസ്ത്യൻ രാജ്യമാണ്. അവിടെ വെളുത്ത ക്രിസ്ത്യാനികൾ കറുത്ത ക്രിസ്ത്യാനികളെ അടിച്ചമർത്തി ആവശ്യം പോലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. അപ്പൊ അങ്ങനെ ചരിത്രം എന്ന് പറയുന്നത് അതാണ്. മുസ്ലിങ്ങൾ ആരെയും കൊല്ലാൻ പോയിട്ടില്ല, കൊന്നിട്ടും ഇല്ല. പിന്നെ വ്യക്തിപരമായ മനുഷ്യർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുകയും മുസ്ലിങ്ങൾ കൂട്ടക്കൊല എവിടെയാണ് നടത്തിയത്? ഒരു രാജ്യത്തിന്റെ കഥ പറഞ്ഞ് എത്ര ലക്ഷം പേരെ കൊന്നിട്ടുണ്ട്. ഈ മുഗളന്മാരും ഗസ്നിയും ഗോദി മറ്റതും മറിച്ചതും ഒരുപാട് രാജാക്കന്മാർ ഇന്ത്യ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അവസാനം വന്നതാണ് മുഗൾ രാജാക്കന്മാര്. അത് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ്. ഇന്ത്യ എന്ന് പറയുന്ന അന്ന് പ്രത്യേകമായ അതിർത്തി ഒന്നും ഇല്ലല്ലോ. ഇന്ത്യ വിശാലമായ അതിർത്തി അതും ഇതുമൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് 47 ശേഷമല്ലേ. അതിന് മുമ്പ് അങ്ങനെ അതിർത്തികളൊന്നും ഇല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്നുണ്ടായത് ഒരു രാജ്യമാണ്. 47 അങ്ങനെ ഉണ്ടാക്കിയത്. അത് അതായത് ഡിവൈഡ് ആൻഡ് റൂൾ, ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്നുള്ള ക്രിസ്ത്യൻ റൂളാണ്. അത് നടപ്പാക്കും ലോകത്തെവിടെ. ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇതാണ് ഈ പരിപാടി. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക. രാവിലെ ചാനലും കൊണ്ട് അവരെ ഇറങ്ങിയിട്ട് എങ്ങനെ ഇന്ന് ഇവരെ തമ്മിൽ എങ്ങനെ അടുപ്പിക്കാം, എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? എന്നാ ശരി, നെയ്യാറ്റിൻകരയിൽ ഒരു ക്ഷേത്രം താഴ്ത്തു പൂട്ടിയിരിക്കുന്നു. അത് ഭീകരന്മാർ പൂട്ടിയതാണ്. അപ്പോ നഗരസഭാ സെക്രട്ടറി ഇനി SDF പറയും. അപ്പോ അങ്ങനെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി പൂട്ടിയതാണ്, അതിന് കോടതിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഇവിടെ ആരെ വീട്ടിലും കയറാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് ആരെ അറസ്റ്റ് ചെയ്യാം. അതായത് അൻവറിന്റെ മലപ്പുറത്ത് പോയി പൂട്ടി, മൂത്രം ഒഴിക്കാതെ പള്ളിയിൽ പോകാനാ പോലും വിട്ടില്ല, നമസ്കരിക്കാൻ പോലും വിട്ടില്ല, അങ്ങനെ പൂട്ടി. എന്നിട്ട് നേരത്തെയും ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നു കണ്ടു. അപ്പൊ അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ഇപ്പോ. കാരണം കുറെ വോട്ട് വേണം, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വോട്ട് വേണം. അതിനു വേണ്ടി ഏകീകരിക്കാനുള്ള പദ്ധതി അതൊക്കെ നോർത്ത് ഇന്ത്യയിലേ നടക്കുള്ളൂ, കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ നടക്കില്ല എന്നും പിന്നെ നമ്മളെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷൻ പറഞ്ഞ്
മുസ്ലിങ്ങളെ വീടുകളിലെല്ലാം പോയി നിങ്ങൾ സന്ദർശിക്കണം. മുസ്ലിങ്ങളും ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളായിരുന്നാലും ശരി, പിന്നെ സിഖുകാരായിരുന്നാലും ശരി, ഈ 4 സമുദായങ്ങളാണ് ഇന്ത്യയിൽ പ്രബലമായിട്ടുള്ളത്. ഇതെല്ലാം ഇന്ത്യക്കാരാണെന്നും ഇന്ത്യയുടെ പിന്നെ ഒരുമയെന്ന് പറയുന്നത് യുണൈറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പിന്നെ ഒരു ജനസമൂഹമാണ്. അപ്പോൾ നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കണം. അത് ഈ RSSകാർക്കും സംഘപരിവാറുകാർക്കും ഇല്ല. പിന്നെ ഈ കാസയും ഈ പിന്നെ ക്രിസംഖികൾ എന്ന് പറയുന്ന അവർ എവിടെ എന്തെങ്കിലും കിട്ടും അത് നോക്കി കുത്താനായിട്ട് നടക്കും. അവർ എല്ലാ സ്ഥലത്തും UPA ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ഏതെല്ലാം സ്ഥാനമാനങ്ങളാണ് അവർ അലങ്കരിച്ചിരുന്നത്. എത്ര ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം. ഇപ്പോ അവർക്ക് ഇപ്പോഴും ഉണ്ട് ഒരു ക്രിസ്ത്യൻ മന്ത്രി. അതേസമയം 28% വരുന്ന 25-നും 30-നും ഇടയ്ക്ക് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു മന്ത്രിയുണ്ട്? ഇല്ല. നമുക്ക് പരാതിയില്ല. നിങ്ങൾ ഭരിച്ചോളേ, പ്രശ്നമില്ല. നമ്മൾ ഞങ്ങൾ ദൈവത്തിലാണ് ഇതെല്ലാം അർപ്പിക്കുന്നത്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ദൈവവിശ്വാസികളാണെന്ന് പറയല്ലേ? അങ്ങനെ ദൈവവിശ്വാസികൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു സമൂഹത്തോട്, ഒരു സമുദായത്തോട് അങ്ങനെ കാണിക്കാൻ നോക്കൂ. 850 വർഷം മുഗൾ രാജാക്കന്മാരും ബാക്കിയുള്ള മുസ്ലിം രാജാക്കന്മാരെ ഇന്ത്യ ഭരിച്ചിരുന്നു. എവിടെയെങ്കിലും ഒരു വർഗീയ ലഹള ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിങ്ങളെ അല്ലാതെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും അമിതമായിട്ട് എന്തെങ്കിലും സഹായം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എവിടെയും ഒരു വർഗീയ ലഹള ഉണ്ടായിട്ടില്ല. ഒരു മറ്റൊരു സമുദായക്കാരെ കൊന്നുകൂട്ടിയിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അവര് നീതി പിന്നെ അനുസരിച്ചാണ് അവർ ഭരിച്ചിട്ടുള്ളത്. എല്ലാവരും തുല്യരാണെന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അക്ബറിന്റെ കാലത്ത് അക്ബർ രാജാവായി ഭരിക്കുമ്പോൾ 60% ആൾക്കാരും പിന്നെ മന്ത്രിമാര് ഹിന്ദുക്കളായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതായത് പ്രതിപക്ഷ ബഹുമാനം വേണം. ഇന്നെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനമില്ല. ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 2 പേരുണ്ട്. അവരുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്നു. അവരെന്തെല്ലാം പിന്നെ ജനങ്ങളോട് പറയുന്നു, ജനങ്ങളോട് സംവദിക്കുന്നു. മോഡിയെ കൊണ്ട് അതിന് കഴിയൂ. ജുഡീഷ്യറി ആയിരുന്നാലും, ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നാലും, പട്ടാളമായാലും, പോലീസായാലും, ED ആയാലും, എന്തായാലും പിന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം അവർ കൈപ്പിടിയിൽ ഒതുക്കി. അവര് പറയുന്നതാണ് നിയമം, അവര് പറയുന്നതാണ് നീതി, അവര് പറയുന്നതാണ് സത്യം, അവര് പറയുന്നതാണ് ധർമ്മം. ഏതുവരെ എവിടെ കൊണ്ട് എന്ന് ഇന്ത്യയെ എത്തിക്കുമെന്നും ആർക്കും പറയാൻ കഴിയില്ല. ഈ ഇന്ത്യയെ അതായത് വളരെയധികം പണിപ്പെട്ടാണ്, വളരെയധികം അതായത് 16 ലക്ഷം ഇന്ത്യക്കാർ ജീവൻ ബലി കൊടുത്ത് ഇംഗ്ലീഷുകാരിൽ നിന്ന് നേടിയ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ പണയം വെച്ചിരിക്കുന്നത്. ഈ പണയം വെച്ചുള്ള കളി നല്ലതിനല്ല. ഭാരതത്തെ, ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന ക്രിസംഖികളും സംഘപരിവാർ ശക്തികളും നിങ്ങൾ കണ്ടില്ലേ? ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാനിൽ നിന്ന് ഇന്റർനാഷണൽ അതായത് അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘം 4 പേര് സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുക്കളാണ്. UP-യിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. 2ഉം സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുക്കളാണ്. എന്തിനാണ്? ഇന്ത്യൻ രഹസ്യം, പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി പിന്നെ പാകിസ്ഥാന് കൊടുത്തു. അപ്പൊ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഒറ്റുകാരെല്ലാം ഈ സംഘപരിവാറുമായിട്ട് ബന്ധമുള്ളവരാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ നിന്ന് എത്ര മോഡിമാര് പുറത്തുപോയി. ആയിരക്കണക്കിന് കോടിയും പറ്റിച്ചുകൊണ്ട് പോയി. ഒരു വിജയമല്യ പോയി, ആയിരക്കണക്കിന് കോടിയും പറ്റിച്ചുകൊണ്ട് പോയി. അതൊക്കെ സർക്കാർ എഴുതി തള്ളി. പാവപ്പെട്ട ഒരു ഹിന്ദുവോ, പാവപ്പെട്ട ഒരു മുസ്ലിമോ, പാവപ്പെട്ട ഒരു ക്രിസ്ത്യാനിയോ, പാവപ്പെട്ട ഒരു സിഖുകാരനോ 50,000 25,000 രൂപ ലോൺ എടുത്ത ബാങ്കിൽ നിന്ന് അവന്റെ വീട് ജപ്തി ചെയ്യും. അവൻ അടച്ചാലും ആ പൈസ തീരെ. അപ്പോ ഇങ്ങനെ 2 നീതിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. ജനങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കണം. മോഡി അധികാരത്തിൽ കയറുമ്പോൾ പറഞ്ഞ എന്താണ്? 15 ലക്ഷം രൂപ വീതം ഓരോ ഇന്ത്യക്കാരന്റെ അക്കൗണ്ടിൽ ഞാൻ കൊണ്ടുവരും. മോഡി ഗ്യാരണ്ടിയാണ്. മോഡി ഗ്യാരണ്ടി എന്താണ്? വെറും പ്ലാസ്റ്റിക് ഗ്യാരണ്ടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. മോഡി പല ഗ്യാരണ്ടികളും പറഞ്ഞിട്ടുണ്ട്. മോഡി ബാബരി മസ്ജിദ് നൂറ്റാണ്ടുകളോളം പഴക്കം, മോഡി പല ഗ്യാരണ്ടികളും പറഞ്ഞിട്ടുണ്ട്. മോഡി ബാബരി മസ്ജിദ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ക്ഷേത്രം ഉണ്ടാക്കി. അതായത് ആ പള്ളിയുടെ അടിയിലാണ് ശ്രീരാമൻ ജനിച്ചത്. ശ്രീരാമൻ ഹിന്ദുക്കളുടെ ദൈവമാണെന്നാണ് പറയുന്നത്. ശരി, ദൈവം ജനിക്കില്ല, അതാണ് മനസ്സിലാക്കാനുള്ളത്. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശ്രീബുദ്ധനെയും മുഹമ്മദിനെയും മൂസയെയും ഇബ്രാഹിമിനെയും ആദമിനെയും സൃഷ്ടിച്ചത് ആരാണ്? അതാണ് ദൈവം.
അല്ലാതെ ശ്രീരാമൻ അവിടെ പള്ളിയുടെ അടിയിൽ വന്ന് ജനിക്കുകയൊന്നുമില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്ലെയിൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ശ്രീരാമൻ. ഇന്ത്യയിൽ പ്ലെയിൻ ഉണ്ടാക്കി ശ്രീരാമൻ. എങ്ങനെ? പുഷ്പക വിമാനം. അതിന് എഞ്ചിനൊന്നും വേണ്ട. അപ്പൊ ഇപ്പൊ നമ്മളെ വിമാനം ദുബായ് എയർ ഷോയിൽ തകർന്നു വീണു. അപ്പോ ആ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള അത് പുഷ്പക പോലെ ഉള്ള വിമാനത്തിന് അതിന്റെ ഡിസൈനും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും എടുത്താൽ പോലെ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കണം. ഇപ്പോഴുള്ള 43% പാർട്സുകൾ ഈ വിമാനമായിട്ട് ബന്ധപ്പെട്ട തേജസിൻ്റെത് പുറത്തുനിന്നാണ് വരുന്നത്. 57% മാത്രമാണ് നമ്മുടേത്. നമ്മളിവിടെ കൂടി യോജിപ്പിച്ച് ബാക്കിയുള്ളതെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരും ഉണ്ടാക്കാത്ത പ്ലെയിൻ ഇന്ത്യ ഉണ്ടാക്കിയില്ലേ? അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ബുദ്ധിയുണ്ട് മനുഷ്യനെന്ന് പറയുന്ന? ബുദ്ധി വേണം, വിവേകം വേണം, അറിവ് വേണം. ഇവിടെ വന്നിരുന്ന് ചാനൽ ഉണ്ടെന്നും പറഞ്ഞ് എന്ത് വിഡ്ഢിത്തരവും വിളിച്ചു പറയാം. മുസ്ലിങ്ങൾ അങ്ങനെയാണ്. മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്. മുസ്ലിങ്ങൾ യാതൊരു ഇവിടെയുള്ള ആരെല്ലാം സംഘികളായാലും ക്രിസംഘികളായാലും ഇവിടെയുള്ള എല്ലാവരും ഇന്ത്യയെ ഒറ്റുകൊടുത്താലും മുസ്ലിങ്ങൾ ഒറ്റുകൊടുക്കും. മുസ്ലിങ്ങൾ ഒരു രാജ്യത്ത്, സ്വന്തം രാജ്യത്ത് ഒറ്റുകൊടുക്കുന്നവരല്ല. അങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇല്ല. നിങ്ങൾ എവിടെ എടുത്ത് പരിശോധിച്ചോളൂ. ടിപ്പു സുൽത്താൻ ഒറ്റുകൊടുത്തവരാരാണ്? നമസ്കാര സമയത്താണ് ഒറ്റുകൊടുത്തത്. അങ്ങനെയാണ് പിടിച്ചത് ഇംഗ്ലീഷുകാർ. അപ്പൊ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് സത്യമാണ്. ആ സത്യത്തെ മറയ്ക്കാൻ ആർക്കും കഴിയില്ല. അപ്പോ ചരിത്രം ചരിത്രമായിട്ട് നിലകളിൽ ഇപ്പൊ സംഘികൾ കുറച്ച് നാൾ ഭരിക്കുന്നു എന്ന് വിചാരിച്ച് ഇതുകൊണ്ട് ലോകം അവസാനിക്കില്ലല്ലോ. നാളെ ഒരു മാറ്റം വരുമല്ലോ. മാറ്റം വരുമ്പോൾ നമ്മളെല്ലാം കുട്ടിയിലെ പഠിച്ചിരുന്നു. നാഥുറായ് ഗോഡ്സെ എന്ന് പറയുന്ന RSS കാരനാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി വിളിച്ചു. അതുപോലെ ടിപ്പു സുൽത്താനെ ഒറ്റുകൊടുത്തത് ഇംഗ്ലീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് പടവരുതിയവരാണ് അവരെല്ലാം. ആരുണ്ടായിരുന്നു ഇംഗ്ലീഷുകാർക്കെതിരെ പടവരുതാൻ? മുസ്ലിം എന്ന് പറയുന്ന അവന്റെ രക്തം എന്ന് പറയുന്ന രക്തമാണ്, അതിൽ വെള്ളമൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ചാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിച്ചാൽ അവൻ വീരമൃത്യുവാണ്, അവൻ ഷഹീദാണ്, അവൻ രക്തസാക്ഷിയാണ്, അവൻ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരു സ്ത്രീയുടെ മാനം കാക്കാൻ, ഒരു സ്ത്രീയുടെ ചാരിത്രം കാക്കാൻ, അവളിനി ഹിന്ദു ആവട്ടെ, മുസൽമാനാവട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവട്ടെ, സിഖുകാരനാവട്ടെ, ബുദ്ധമതക്കാരനാവട്ടെ, അവളുടെ മാനം കാക്കാൻ വേണ്ടി അവന്റെ ജീവൻ ബലിയർപ്പിച്ചാൽ, അതായത് ഏത് ശത്രുവിനുമായിരുന്നാലും ഫൈറ്റ് ചെയ്തവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ്. അത് പഠിച്ചാണ് ഞങ്ങളൊക്കെ വളരുന്നത്. അല്ലാതെ രാജ്യദ്രോഹം, രാജ്യത്തിനെ ഒറ്റുകൊടുക്കുന്ന പരിപാടിയല്ല മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി ഇവിടെയുള്ള സാധാരണ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പണ്ട് നമ്മൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം, മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം. BJP-ക്കാർ RSS ആണ് ഇത്രയും നാളുകൊണ്ട് മുസ്ലിം ലീഗിനെ വിളിക്കുന്നത്. ഞങ്ങളുമായിട്ട് ചേരി, ഞങ്ങളുമായിട്ട് ചേരി, എന്തെല്ലാം ഓഫറുകളുണ്ട്. അവർ ചേരൂല. കാരണം ചേരൂല എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പുറത്തൊന്നും അകത്തൊന്നും ഇല്ല മുസ്ലിമിന്. മുസ്ലിം പറയാനുള്ളത് കൂടെ പറയും, അകത്തൊന്നും വെച്ച് പുറത്തോട്ട് കാണില്ല. നിങ്ങൾ കാണും ആ പാണക്കാട് പിന്നെ ആ തറവാട്ടിലൂടെ നിങ്ങൾ പോയി നോക്കണം. എല്ലാ ദിവസവും രാവിലെ ഏതെല്ലാം സമുദായക്കാരാണ് അവിടെ വരുന്നത്, എന്തെല്ലാം സഹായങ്ങൾ തേടിയാണ്. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ല. ആർക്കും വരാം, എന്ത് പരാതിയും പറയാം, ഉടനുടൻ പരിഹാരം കാണും. ഒരു പള്ളി പ്രശ്നം ഉണ്ടായി, ഒരു വീടുകാർക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ് പള്ളിയുടെ സ്ഥലം, അവരെ വിളിച്ചു വരുത്തി, പള്ളിക്കാരെ വിളിച്ചു വരുത്തി ആ സ്ഥലം വിട്ടുകൊടുക്കണം. അപ്പൊ അങ്ങനെയാണ്. അതാണ് നീതിബോധത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ്. അല്ലെങ്കിൽ നീതിബോധത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിനെയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇത് കേട്ടിട്ടുള്ളത് അതാണ്. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖലീഫമാര് എങ്ങനെയാണ് ഭരിച്ചിരുന്നത്? മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖലീഫ ഉമർ വന്ന് ഭരിക്കണമെന്നും മുസ്ലിങ്ങളെന്ന് ഭരിക്കണമെന്നും അല്ല. ഇവിടെയുള്ള ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഭരിക്കുമ്പോൾ അതുപോലെ ഖലീഫ ഉമർ എങ്ങനെയാണ് ഭരിച്ചിരുന്നത്? നീതിമാനായ ഖലീഫയായിരുന്നു, സത്യസന്ധനായ ഖലീഫമാൻ. അതാണ് പറഞ്ഞത്. അല്ലാതെ മുസ്ലിങ്ങൾ വന്ന് ഇന്ത്യ ഭരിക്കണമെന്നല്ല പറയുന്നത്. അതിന്റെ അർത്ഥം ഇസ്ലാമിക രാജ്യമാക്കണം, അങ്ങനെയൊന്നും ആക്കേണ്ട കാര്യം. ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട്. ഒരു രാജ്യത്തും ശരിയായ ഇസ്ലാമിക നിയമം അനുസരിച്ചല്ല നടക്കുന്നത്. അതെല്ലാം എല്ലാവർക്കും അറിയാം.
പിന്നെ വെറുതെയെങ്കിലും മുസ്ലിങ്ങളെ മണ്ടയിൽ ഒന്ന് കയറേണ്, കുതിര കയറേണ്. അപ്പൊ എളുപ്പമുണ്ടല്ലോ, ആർക്കും കൊട്ടാവുന്നുള്ള ഒരു സാധനമായിട്ട് ഇപ്പൊ മുസ്ലിങ്ങൾ മാറിയിരിക്കുകയാണ്. എന്തായാലും ശരി സഹോദരങ്ങളെ, സാധാരണ ജനങ്ങൾ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, നമ്മള് സിഖുകാരനാവട്ടെ, നമ്മളെല്ലാം ഒന്നിച്ച് ഒരു രാജ്യത്ത് പരസ്പരം അയൽപക്കങ്ങളിൽ നമ്മൾ കഴിയുന്നവരാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തന്തയും തള്ളയും ചിലപ്പോ അയൽ വീടുമായിട്ട് വിപ്ലവവും ബഹളവും അടിയും പിടിയും ഉണ്ടായിരുന്നല്ല, ആ മക്കൾ തമ്മിൽ ഒന്നിച്ച് കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ്, അങ്ങനെ വളരണം, പരസ്പരം മനസ്സിലാക്കണം. നിന്റെ ജാതിയും നിന്റെ മതവും അതെല്ലാം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരവരുടെ ജാതിയിൽപ്പെട്ടവര് വിവാഹം കഴിക്കുന്നത് നിങ്ങൾ പ്രേമിക്കുക, കഴിയുന്നത്ര ഹിന്ദുക്കളെ തന്നെ സ്നേഹിക്കുകയും അങ്ങനെ വിവാഹം കഴിക്കുകയും, ക്രിസ്ത്യാനികളെ തന്നെ പിന്നെ പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും, മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. കാരണം മുസ്ലിങ്ങളെല്ലാം അങ്ങനെ, നമുക്ക് ഒരു മുസ്ലിമിന് ഒരു അജണ്ടയില്ല. ലോകത്ത് എവിടെയും മുസ്ലിങ്ങൾക്ക് ഒരു അജണ്ടയും ഇല്ല. അതായത് നീ ക്രിസ്ത്യൻ പെണ്ണിനെ വിവാഹം കഴിക്കും, നീ അവളെ വശീകരിച്ച് പിന്നെ അവളെ പ്രേമം നടിച്ചു നോ, അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. അതൊക്കെ RSSകാർക്കുണ്ട്, പരസ്യമായിട്ട് പറയുന്നുണ്ട്. പരസ്യമായിട്ട് പറയാം, നിങ്ങൾ കഴിയുന്നത്ര മുസ്ലിം ശരീരങ്ങൾ കൊണ്ടുവരും, നിങ്ങൾക്ക് ഞാൻ ജോലി തരാം, RSSകാരൻ പറയുന്നത്. കാരണം അവന്റെ മനസ്സെന്ന് പറയുന്നത് വൃത്തികെട്ട മനസ്സിന്റെ ഉടമ, വൈകൃതത്തിന്റെ ഉടമകളാണ്. മനസ്സെന്ന് പറയുന്നത് വികൃതമായി പോയി, അതിന് ശരിയാക്കാനും നോക്കില്ല. അങ്ങനെയാണ് അവരെ ഇൻജക്ട് ചെയ്ത് വിടുന്നത്. എന്തായാലും ശരി സഹോദരങ്ങളെ, നമ്മള് ബാക്കിയുള്ള ഇന്ത്യയുടെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തരാണ്. കർണാടകയിൽ ഇപ്പോൾ അതുപോലെ വന്നിട്ടുണ്ട്, തെലങ്കാന വന്നിട്ടുണ്ട്, തമിഴ്നാട് വന്നിട്ടുണ്ട്. തമിഴ്നാടിനെ നമുക്ക് എപ്പോഴും വിശ്വസിക്കാം, തമിഴ്നാടിനെ എപ്പോഴും വിശ്വസിക്കാം. കേന്ദ്ര സർക്കാരുമായിട്ട് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞ ഒരു പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്റ്റാലിൻ മാത്രമാണ്. പിന്നെ മമത എന്ന് പറഞ്ഞാൽ പണ്ട് BJP ആയിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷെ മമത ഇപ്പൊ സ്റ്റാലിന്റെ കൂടെ നിൽക്കുന്നുണ്ട്, കർണാടക നിൽക്കുന്നുണ്ട്, പിന്നെ തെലങ്കാന നിൽക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ പ്രശ്നം. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ. പിണറായി വിജയൻ പണ്ട് നല്ല 1ാം ക്ലാസ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോ അദ്ദേഹം ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ല. അതായത് ഇന്ത്യയിൽ BJP ഭരണം തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റുകാരൻ പിണറായി വിജയനാണ്. എനിക്കത് വിഷമമുണ്ട്, പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ സത്യം പറയാതിരിക്കാൻ. അത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഹൃദയത്തിൽ അറിയാം, അവർ പറയാനൊക്കില്ല, കാരണം പാർട്ടിയാണ്. അതുകൊണ്ട് അവർ പറയുന്നില്ല എന്നുള്ളൂ. നാളെ ഒരു സമയം വരും, ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മളെല്ലാം ഒന്നിച്ച്, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, RSPക്കാരനാവട്ടെ, മുസ്ലിം ലീഗുകാരനാവട്ടെ, ആരാവട്ടെ, നിങ്ങൾ ഈ സംഘികളിൽ, ഈ ക്രിസംഘികളിൽ വിശ്വസിക്കരുത്. അവർ നമ്മളെ വഴിതെറ്റിക്കും. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ അടുത്ത് 3 പേര് ആത്മഹത്യ ചെയ്ത RSS. അവരെന്താണ് പറഞ്ഞത്? എന്റെ ജഡത്തിൽ തൊടാൻ പോലും അവരെ അനുവദിക്കരുത്. നിങ്ങൾ കഴിയുന്നത്ര, നിങ്ങൾ ഏത് പാർട്ടി ചേർന്നാലും നിങ്ങൾ RSSലും സംഘപരിവാറിലും പോകരുത്. വേറൊരു സ്ത്രീ എവിടെ പിന്നെ ഇലക്ഷന് മത്സരിക്കുന്നു, ആത്മഹത്യക്ക് ശ്രമിച്ചു, അവരും RSSകാർ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 4ാമത്തെ ആൾ മരിച്ചില്ല, അവർ രക്ഷപ്പെട്ടു, ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായ RSS സംഘപരിവാറുകൾ. നിങ്ങൾ പ്രത്യേകമായ ഒരു പാർട്ടി ഉണ്ടാക്കുക. ഹിന്ദുക്കൾ ഇപ്പൊ ഏതെങ്കിലും ഒരു നല്ല പാർട്ടി ഉണ്ടാക്കണം, നേതാക്കന്മാരാവാമല്ലോ. നിങ്ങൾ ഈ ഭരണം ഇപ്പൊ എല്ലാവർക്കും ഭരണത്തിൽ പങ്കാളികളാവണം. നമ്മളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര, അയൽപക്കത്തായിരുന്നാലും സ്നേഹിതരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരായിരുന്നു, അവരെയൊക്കെ നമുക്ക് സഹായിച്ചൂടെ? അതുപോലെ നമുക്കിങ്ങനെ എന്താണ് പ്രധാനമന്ത്രി ആവണമെന്നും പിന്നെ വൈസ് പ്രസിഡന്റ് ആവണമെന്നും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആവണമെന്നും അങ്ങനെ ആഗ്രഹിക്കരുത്. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുക. ജനങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ വേണമെന്നൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പോ ഞാൻ എന്തായാലും ശരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇലക്ഷൻ നിൽക്കില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ സംഘികളുടെയും ക്രിസംഘികളുടെയും പിന്നെ വോട്ടിന്റെ ആവശ്യം എനിക്കില്ല. പറയാനുള്ളത് കൂടെ പറയാം, ആരായാലും ശരി. ഇനിയിപ്പോ നിങ്ങളിപ്പോ ക്രിസംഘികളും സംഘികളും കൂടെ ചേർന്ന് മുസ്ലിങ്ങളാണ് ക്ഷൗരം ചെയ്ത് അങ്ങനെ ആചിക്കളാന്ന് പറഞ്ഞാൽ ആ ഭീഷണിയിലൊന്നും വഴങ്ങുന്നവരല്ല മുസ്ലിങ്ങൾ. മരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അത് ഈ രാജ്യത്ത് തന്നെ മരിക്കും, ഈ രാജ്യത്ത് ജീവിക്കും, ഈ രാജ്യത്ത് തന്നെയാണ് ഞങ്ങൾ ജനിച്ചത്. അപ്പൊ അതിലൊരു യാതൊരു മാറ്റമില്ല. നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാം, ഞങ്ങൾ റെഡിയാണ്. മരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഇപ്പൊ 25-നും 30-നും ഇടയിൽ കോടി ജനങ്ങളുണ്ട് ഇവിടെ മുസ്ലിങ്ങൾ. അവരെ കൊന്നിട്ട് നിങ്ങൾക്ക് ഹൈന്ദവ രാജ്യം ഉണ്ടാക്കണോ? നിങ്ങൾ ഉണ്ടാക്കി. കാര്യം നിങ്ങളെ കൂടെ ക്രിസംഘികൾ കൂടും. ക്രിസംഘികൾ പിന്നെ ഒരു പ്രത്യേകിച്ച് രാജ്യം ഉണ്ടാക്കും. അവർക്ക് ട്രംപച്ചായാലും പാശ്ചാത്യ രാജ്യങ്ങളും അവരും ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ആരും വേണ്ട, പടച്ച തമ്പുരാൻ മാത്രം മതി.
അതിന് ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ കഴിഞ്ഞോളാം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്ന ചെയ്യുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഇതൊരു വെല്ലുവിളിയൊന്നും അല്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനാരെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ പണ്ട് എങ്ങനെയാണ് കഴിഞ്ഞത് കേരളത്തിൽ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങനെയാണ് കഴിഞ്ഞത്, അതുപോലെ കഴിയാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. വരും തലമുറ, അതായത് ഭാവി തലമുറ വിദ്യാർത്ഥികളാണ് അതിനു വേണ്ടി പണിയെടുക്കേണ്ടത്. പണിയെടുക്കണം. നിങ്ങൾ സ്കൂളിലായിരുന്നാലും കോളേജിലായിരുന്നാലും ഈ വൃത്തികെട്ട പിന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും തുല്യരാണെന്നും എല്ലാവരും സമന്മാരാണെന്നും എല്ലാവർക്കും ഭരണഘടന അവനവൻ്റെതായ അവകാശം ഉറപ്പ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കി സ്നേഹ പിന്നെ സഹോദരങ്ങളെ പോലെ സൗഹാർദ്ദത്തില് വിദ്വേഷവും വെറുപ്പും ഇല്ലാതെ കഴിയണമെന്നാണ് പിന്നെ എനിക്ക് ഇവിടുത്തെ ഭാവി തലമുറയോട് പറയാനുള്ളത്. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കണം, രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.